വെൽക്കം ബാക്ക് ടു ഓൾ. പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്ററി എഞ്ചിനീയറിംഗ് എന്ന പാഠഭാഗത്തെ 14ാമത്തെ വീഡിയോ ആണിത്. നമുക്ക് ഡയറക്റ്റായിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ ആദ്യമായി എന്താണ് ഹൗസ് പ്ലംബിംഗ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹൗസ് പ്ലംബിംഗ് ഈസ് ദ കളക്ഷൻ ആൻഡ് കൺവെയൻസ് ഓഫ് ലിക്വിഡ് റിഫ്യൂസ് അപ് ടു പബ്ലിക് ഡ്രെയിൻ ആൻഡ് സീവേഴ്സ്. എന്താ പറയുന്നത്? ലിക്വിഡായിട്ടുള്ള വേസ്റ്റുകളെ കളക്ട് ചെയ്ത് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് പബ്ലിക് ഡ്രെയിനിലേക്കോ പബ്ലിക് സീവറിലേക്കോ കൊണ്ടുപോകുന്നതിനെയാണ് ഹൗസ് പ്ലംബിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഹൗസ് പ്ലംബിംഗ് ചെയ്യുമ്പം ചില ഹൗസ് പ്ലംബിങ്ങിൻ്റെ ഡ്രെയിനേജ് ഭാഗങ്ങളൊക്കെ ബിൽഡിങ്ങിൽ നിന്നും കുറച്ച് അകലെയായിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സാധാരണ നമ്മുടെ ബിൽഡിംഗ് പ്ലാനുകളിലൊക്കെ സാനിറ്ററി കൺവെയൻസും അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഡ്രെയിനേജിൻ്റെ റൂട്ടുകളും കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഹൗസ് പ്ലംബിംഗ് എന്ന് മനസ്സിലാക്കുക മെയിനായിട്ട്. ഇനി എന്താണ് നമ്മുടെ ബിൽഡിംഗ് ഡ്രെയിനേജിൻ്റെ എയിം എന്ന് നമുക്ക് നോക്കാം. ടു ഡിസ്പോസ് ഓഫ് ലിക്വിഡ് വേസ്റ്റ് ഏർലി ആസ് പോസിബിൾ. ലിക്വിഡായിട്ടുള്ള വേസ്റ്റുകളെ വളരെ പെട്ടെന്ന് തന്നെ ഡിസ്പോസ് ചെയ്യാം, അതാണ് ആദ്യത്തെ ഫങ്ഷൻ. രണ്ടാമത്തത് ടു പ്രിവെൻറ്റ് എൻട്രി ഓഫ് ഫോൾ ഗ്യാസ് ഫ്രം സീവർ ടു ദ ബിൽഡിംഗ്. നമ്മൾ സീവറിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാം അല്ലേ, സീവറിലൂടെ വേസ്റ്റ് പോവാണ്. അപ്പോൾ വേസ്റ്റിൽ നിന്ന് പലതരം വളരെ ഫോൾ ആയിട്ടുള്ള വാതകങ്ങൾ ഉണ്ടാവാം അല്ലേ, ഫോൾ ഗ്യാസസ് ഉണ്ടാവാം, വാതകങ്ങൾ ഉണ്ടാവാം, ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള വാതകങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അത് നമ്മുടെ ബിൽഡിങ്ങിലേക്ക് കടക്കുന്നത് തടയുക, അതാണ് മറ്റൊരു എയിം. മൂന്നാമത്തത് ടു ഡിസ്പോസ് ഓഫ് സ്റ്റോം വാട്ടർ ഇൻ ടു ഓപ്പൺ സർഫസ് ഡ്രെയിൻ. നമുക്കറിയാം സ്റ്റോം വാട്ടർ എന്ന് പറഞ്ഞാൽ മഴവെള്ളമാണ്. അത് പുഴകളിലേക്കോ മറ്റ് നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള സർഫസിലേക്കൊക്കെ നമുക്ക് കൊണ്ട് ചെന്ന് എത്തിക്കണമെങ്കിലും നമുക്ക് ഒരു ബിൽഡിംഗ് ഡ്രെയിനേജ് സിസ്റ്റം ആവശ്യമാണ്. ടു ഫെസിലിറ്റേറ്റ് ക്വിക്ക് റിമൂവൽ ഓഫ് ഫോൾ മാറ്റർ. അപ്പം വളരെ പെട്ടെന്ന് തന്നെ ഫോൾ മാറ്റേഴ്സിനെയൊക്കെ റിമൂവ് ചെയ്യുക, അതാണ് അടുത്ത ഫങ്ഷൻ. ലാസ്റ്റ് വൺ ടു പ്രൊവൈഡ് ഹെൽത്ത് കണ്ടീഷൻ ഇൻ ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിൽ നമുക്ക് ബിൽഡിങ്ങിൽ താമസിക്കുന്ന ആളുകൾക്ക് വളരെ ആരോഗ്യപ്രദമായ ഒരു കണ്ടീഷൻ ഉണ്ടാക്കുക എന്നതും ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ ഒരു ഫങ്ഷനാണ്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് ഹൗസ് ഡ്രെയിനേജ്. എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹൗസ് ഡ്രെയിനേജ് എന്ന് പറയാം. അപ്പോൾ നമുക്കറിയാം ഹൗസ് ഡ്രെയിനേജ് എപ്പോഴും നല്ല പ്രോപ്പറായിട്ടായിരിക്കണം ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. ദ എൻട്രൻസ് ടു ദ ഡ്രെയിൻ ഷുഡ് ബി ഔട്ട്സൈഡ് ഓഫ് ദ ബിൽഡിംഗ്. ഡ്രെയിനിലേക്കുള്ള എൻട്രൻസ് എപ്പോഴും നമ്മുടെ കെട്ടിടത്തിൻ്റെ ഔട്ട്സൈഡ് ബാക്ക് ഭാഗങ്ങളിലായിരിക്കണം. ഒരിക്കലും എൻട്രൻസിലൊന്നും കയറിയിട്ട് ഈ ഡ്രെയിനിൻ്റെ എൻട്രൻസ് കൊടുക്കരുത്, ബിൽഡിങ്ങിൻ്റെ മുൻഭാഗത്തൊന്നും കൊടുക്കരുത്. രണ്ടാമത്തേത് ഡ്രെയിനേജ് സിസ്റ്റം ഷുഡ് ബി ഹാവ് പ്രോപ്പർ വെന്റിലേഷൻ. ഡ്രെയിനേജ് സിസ്റ്റത്തിൽ പ്രോപ്പറായിട്ട് വെന്റിലേഷൻ കൊടുക്കണം. അതായത് ഫോൾ ഗ്യാസസൊക്കെ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് വെന്റിലേഷൻ കൊടുക്കണം. നാലാമത്തേത് ദ ഡ്രെയിൻ ഷുഡ് നോട്ട് പാസ് ത്രൂ ദ ബിൽഡിംഗ് ബട്ട് ഷുഡ് ബി ബൈ സൈഡ് ഓഫ് ദ ബിൽഡിംഗ്. ഒരിക്കലും ബിൽഡിങ്ങിൻ്റെ നടുവിലൂടെ ഡ്രെയിന് പോകാൻ പാടില്ല, ഡ്രെയിനേജ് സിസ്റ്റം പോകാൻ പാടില്ല, സൈഡിലൂടെ പോകാം, അതാണ് നാലാമത്തെ പറയുന്നത്. ദ ഡ്രെയിൻ ഷുഡ് നോട്ട് ബി ലേഡ് ക്ലോസ് ടു ദ ട്രീ. മരങ്ങൾക്ക് അടുത്തായിട്ട് ഒരിക്കലും ഡ്രെയിന് പോകരുത്. ദ ഡ്രെയിൻ ഷുഡ് ബി ലേഡ് അറ്റ് ഗ്രേഡിയൻറ്റ് ഫോർ സെൽഫ് ക്ലീനിങ്. എപ്പോഴും നമ്മൾ ഗ്രേഡിയൻറ്റ്, അതായത് കുറച്ചൊരു സ്ലോപ്പിൽ വേണം ഡ്രെയിൻസൊക്കെ കൊടുക്കാൻ. അപ്പോൾ മാത്രമേ ആ പൈപ്പിന് സെൽഫ് ക്ലീനിങ് കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. അതായത് കുറച്ച് സ്ലോപ്പിൽ പൈപ്പ് കൊടുത്താൽ മാത്രമേ, ഡ്രെയിനേജ് കൊടുത്താൽ മാത്രമേ അതിലിപ്പോൾ എന്തെങ്കിലും സെഡിമെൻറ്റ്സ് ഒക്കെ ഡിപ്പോസിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ആ പൈപ്പിന് സ്വന്തമായിട്ട് സെൽഫ് ക്ലീനിങ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, the drain should be laid straight between point of access. All change of direction or gradient should be open for inspection. അതായത് എപ്പോഴും സ്ട്രൈറ്റ് ആയിട്ടുള്ള ഭാഗത്തൊന്നും കുഴപ്പമില്ല, പക്ഷേ ചില സമയത്ത് നമ്മൾക്ക് ഡ്രെയിനേജിന് ബെൻഡ് കൊടുക്കണം അല്ലേ, ചെരിവ് കൊടുക്കേണ്ടി വരും. ബെൻഡ് എന്ന് പറഞ്ഞാൽ വളഞ്ഞ രീതിയിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ അവിടെയൊക്കെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ്, ഒരു ഓപ്പൺ സ്പേസ് നമ്മൾ കൊടുത്തിരിക്കണം.
ബ്രാഞ്ച് ഡ്രെയിൻ ഷുഡ് ബി സ്മോൾ ആസ് പോസിബിൾ. നമ്മൾ ഡ്രെയിനിൽ നിന്നും വരുന്ന ചെറിയ ചെറിയ ഡ്രെയിനുകളാണ് ബ്രാഞ്ച് ഡ്രെയിൻ എന്ന് പറയുന്നത്. അതെപ്പോഴും ചെറുതായിരിക്കണം. All the connection should be oblique so that the incoming drain faces the direction of flow of sewage. അതായത് ഈ ഇതിൻ്റെ ഡ്രെയിനേജ് സിസ്റ്റത്തിലുള്ള കണക്ഷനൊക്കെ ഒബ്ലിക്ക് ആയിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഒരിക്കലും ഡ്രെയിനേജ് സിസ്റ്റത്തിൽ ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ചെറുതാവാനും പറ്റില്ല, വലുതാവാനും പറ്റില്ല അല്ലേ. നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള റിക്വയർമെൻറ്റ്സിനനുസരിച്ചായിരിക്കണം അതിൻ്റെ സൈസ് ഉണ്ടാവേണ്ടത്. പിന്നെ എപ്പോഴും പൈപ്പിലെ ജോയിൻറ്റ്സ് ഒക്കെ വാട്ടർ ടൈറ്റ് ആയിരിക്കണം, വാട്ടറൊന്നും കടത്തി വിടരുത്. ഇത് വാട്ടറിനെ ആഗിരണം ചെയ്യാത്ത മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിക്കേണ്ടത്. ദ ഹൗസ് ഡ്രെയിൻ ഷുഡ് ബി കണക്റ്റഡ് ടു പബ്ലിക് സീവർ. എപ്പോഴും ഹൗസ് ഡ്രെയിൻ എന്ത് ചെയ്യും, പബ്ലിക് സീവറുമായിട്ട് കണക്ട് ചെയ്യും. ഇനി അടുത്തത് ടേംസ് റിലേറ്റഡ് ടു ഹൗസ് ഡ്രെയിനേജ്. ഹൗസ് ഡ്രെയിനേജുമായി ബന്ധപ്പെട്ട ടേമാണ്. അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് ആൻറ്റി സൈഫണേജ് പൈപ്പ്. ഇത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു പോർഷനിൽ പിന്നെ ഉൾപ്പെടുത്തിയോണ്ട് ഒന്നുകൂടെ പറയാം, ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഹൗസ് ഡ്രെയിനേജിൽ നമ്മൾ കൊടുക്കുന്ന പൈപ്പാണ്. എന്തിനാണ് ഈ പൈപ്പ് കൊടുക്കുന്നത് അത് ഓർത്ത് നോക്കുക. ടു പ്രിസർവ് ദ വാട്ടർ സീൽ ഓഫ് ട്രാപ്പ്. ട്രാപ്പിലുള്ള വാട്ടർ സീല് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ബ്രേക്ക് ചെയ്യാതെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ആൻറ്റി സൈഫണേജ് പൈപ്പ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താ, ഇതേ ഒരു ഫിഗർ നോക്കൂ. ഇതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോർ ആണ്, ഇത് ഫസ്റ്റ് ഫ്ലോർ ആണ്, ഇത് സെക്കൻഡ് ഫ്ലോർ ആണ്, ഗ്രൗണ്ട് ഫ്ലോർ ആണ്. അപ്പോൾ അവിടേക്കുള്ള ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലൊക്കെ കൊടുത്തിട്ടുള്ള വാട്ടർ ക്ലോസറ്റ് പോലുള്ള, അതേപോലെ തന്നെ വാഷ് ബേസിനൊക്കെയാണിത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിലൂടെ ഹൈ ഡിസ്ചാർജിൽ വെള്ളം വരികയെന്ന് വിചാരിക്കുക. ഹൈ ഡിസ്ചാർജിൽ താഴത്തോട്ടേക്ക് വെള്ളം വരികയെന്ന് വിചാരിക്കുക. അപ്പം അതിലേക്ക് എയർ സക്ക് ചെയ്യും. എയർ സക്ക് ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു ഹൈ ഡിസ്ചാർജിൽ വെള്ളം വരുമ്പോൾ അത് എയർ സക്ക് ചെയ്യും. അപ്പം അതെന്ത് ചെയ്യും, ഒരു സൈഫോണിക് ആക്ഷൻ ഉണ്ടാക്കും. അപ്പോൾ അത് ട്രാപ്പിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ സൈഫോണിക് ആക്ഷൻ വഴി ആ ട്രാപ്പിലുള്ള എന്ത് സംഭവിക്കും, വാട്ടർ സീല് ബ്രേക്ക് ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു പൈപ്പ് കൊടുക്കും. ഈ ഒരു പൈപ്പ് ആൻറ്റി സൈഫണേജ് പൈപ്പ്. അതിൻ്റെ മിനിമം 50 mm എങ്കിലും അതിൻ്റെ സൈസ് ഉണ്ടാവണം. അപ്പോൾ ഈ പൈപ്പാണ് ഈ ഒരു സൈഫോണിക് ആക്ഷനിൽ നിന്നും ട്രാപ്പിൻ്റെ വാട്ടർ സീലിനെ പ്രിസർവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് കാര്യമായ രീതിയിൽ നമ്മൾ വെന്റിലേഷൻ കൊടുക്കണം. ഈ ആൻറ്റി സൈഫണേജ് പൈപ്പിന് കാര്യമായ രീതിയിൽ നമ്മൾ വെന്റിലേഷൻ കൊടുക്കണം. ഓക്കെ, ഇനി എന്താണ് സൈഫോണേജ്? നമ്മൾ നേരത്തെ പറഞ്ഞു, സൈഫോണിക് ആക്ഷൻ എന്തായിരുന്നു, ഫസ്റ്റ് ഫ്ലോറിൽ നിന്നൊക്കെ വെള്ളം താഴത്തോട്ട് വരുമ്പോൾ അത് എയറിനെ സക്ക് ചെയ്യും. എയറിനെ സക്ക് ചെയ്യുമ്പോൾ സൈഫോണിക് ആക്ഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ സൈഫോണിക് ആക്ഷൻ കാരണം വാട്ടർ സീല് ട്രാപ്പ് ഒക്കെ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഈ ഒരു ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ടുള്ളതിലാണെങ്കിൽ ഇതിലെ വാട്ടർ സീല് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതാണ് ഇങ്ങനെ വാട്ടർ സീല് ബ്രേക്ക് ചെയ്യുന്നതാണ് സൈഫോണേജ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്, ഇങ്ങനെ വാട്ടർ സീല് ബ്രേക്ക് ചെയ്യുന്നതിനെയാണ് സൈഫോണേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സൈഫോണിക് ആക്ഷൻ, എന്താണ് സൈഫോണേജ് എന്ന് ഓർത്ത് വെച്ചോളാം. ഇനി എന്താണ് സ്റ്റോക്ക്? സ്റ്റോക്ക് ഈസ് ദ വെർട്ടിക്കൽ ലൈൻ ഓഫ് ഡ്രെയിനേജ്. വെർട്ടിക്കലായിട്ട് നമ്മൾ ഡ്രെയിനേജ് കൊടുക്കാറില്ലേ, അപ്പോൾ അതിനെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് വെൻറ്റ് പൈപ്പ്. ഓക്കെ, വെൻറ്റ് പൈപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് മനസ്സിലാക്കാം. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ലൈൻ ഓഫ് ഡ്രെയിനേജ് ആണ്. എക്സാമ്പിൾ വെൻറ്റ് പൈപ്പാണ്. വെൻറ്റ് പൈപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഫിഗറിൽ നോക്കൂ. വെൻറ്റ് പൈപ്പ് ഇതാണ് വെൻറ്റ് പൈപ്പ്. ഓക്കെ, അപ്പോൾ ഈ വെൻറ്റ് പൈപ്പ് വെന്റിലേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ വെൻറ്റ് പൈപ്പ് വെന്റിലേഷന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അതായത് ഈ വെന്റിലേഷൻ പൈപ്പിൽ എന്തുണ്ടാവും, ഈ ഒരു വെന്റിലേഷൻ പൈപ്പിൽ
ഈ വെന്റിലേഷന് വേണ്ടി മാത്രമുള്ളതല്ല, വാട്ടറിൻ്റെ സീല്, ട്രാപ്പിലുള്ള വാട്ടറിൻ്റെ സീല് സൈഫോണേജ് ബാക്ക് ഫ്ലോ കാരണം ബ്രേക്ക് ചെയ്യാതെ പ്രിസർവ് ചെയ്ത് നിർത്താനും വെന്റ് പൈപ്പ് ഉപയോഗിക്കാറുണ്ട്. ഈ വെന്റ് പൈപ്പിൻ്റെ മുകളിൽ ഒരു കോൾ ഉണ്ടായിരിക്കും. നോക്കൂ, ഈ വെന്റ് പൈപ്പിൻ്റെ മുകളിൽ കണ്ട ഒരു കോൾ ഉണ്ടായിരിക്കും. അതെന്താണ് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ പറയാം കേട്ടോ. ഓക്കെ, ഇനി വേസ്റ്റ് പൈപ്പ് എന്താണ്? വേസ്റ്റ് പൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രെയിനേജ് പൈപ്പ് തന്നെയാണ്. അതിലൂടെ ലിക്വിഡ് വേസ്റ്റ് ആണ് ഉണ്ടാവുക, പക്ഷെ അതിലൂടെ ഹ്യൂമൻ എക്സ്ക്രീറ്റ ഉണ്ടാവില്ല. ആ വേസ്റ്റിൽ ഹ്യൂമൻ എക്സ്ക്രീറ്റ ഉണ്ടെങ്കിൽ അത് സോയിൽ വേസ്റ്റ് ആണ്. അത് കടന്നു പോകുന്ന പൈപ്പാണ് സോയിൽ പൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് കോൾ. എന്താണ് കോള്? വെന്റ് പൈപ്പിൻ്റെ മുകളിലായിട്ടാണ് കോള് കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്കറിയാം, ഈ ഒരു വെന്റ് പൈപ്പിൽ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് വെന്റ് പൈപ്പ് കൊടുക്കുന്നത്? ഈ സെപ്റ്റിക് ടാങ്കിലുള്ള ഒക്കെ ഫോൾ ഗ്യാസസ് ഒക്കെ അറ്റ്മോസ്ഫിയറിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫെസിലിറ്റീസ് കൊടുക്കുന്നത്, അല്ലേ, വെന്റ് പൈപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ അത് ഈ വളരെ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും. അത് ബേർഡ്സിനെ, പക്ഷികളെയും മറ്റ് ഇൻസെക്റ്റിനെയൊക്കെ അട്രാക്ട് ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കോള് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, കോളിൻ്റെ മെയിൻ പർപ്പസ് മനസ്സിലായല്ലോ. ഓക്കെ, എന്തിനാണ്? പ്രൊവൈഡഡ് അറ്റ് ടോപ്പ് ഓഫ് വെന്റ് പൈപ്പിൻ്റെ മുകളിലാണ് കൊടുത്തിട്ടുള്ളത്. അതെന്ത് ചെയ്യുക? ബേർഡ്സിനെയും ഇൻസെക്റ്റിനെയും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ നാരോ ഓപ്പണിങ് ഇതിൻ്റെ മുകളിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ സെപ്റ്റിക് ടാങ്കിൽ നിന്നും ഡ്രെയിനേജിൽ നിന്നൊക്കെ ഉള്ള ഫോൾ ഗ്യാസസ് അറ്റ്മോസ്ഫിയറിലേക്ക് ഈസി ആയിട്ട് പോയിക്കോളും. ഓക്കെ, ഇനി എന്താണ് ഫിക്സ്ചേർഡ് ഡ്രെയിൻ? ഇറ്റ് ഈസ് ഔട്ട്ലൈൻ പൈപ്പ് ഫ്രം ട്രാപ്പ് ഓഫ് ഫിസ്റ്റേഴ്സ് ടു മേക്ക് ഇറ്റ് കണക്ഷൻ ഓഫ് എനി അതർ ഡ്രെയിനേജ് പൈപ്പ്. അതായത് ഇതെന്ന് പറയുന്നത് ട്രാപ്പിൽ നിന്നുള്ള ഔട്ട്ലെറ്റ് പൈപ്പാണ്. ട്രാപ്പിൽ നിന്നുള്ള ഔട്ട്ലെറ്റ് പൈപ്പാണിത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ബാക്കിയുള്ള ഡ്രെയിനേജ് പൈപ്പുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിക്സ്ഡ് ഡ്രെയിൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഫ്രഷ് എയർ ഇൻലെറ്റ് എന്താണെന്ന് നോക്കാം. ഇത് സാധാരണ അവസാനത്തെ മാൻഹോളിന് അടുത്തായിട്ടാണ് ഫ്രഷ് എയർ ഇൻലെറ്റ് കൊടുക്കുന്നത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഹൗസ് ഡ്രെയിനെ പബ്ലിക് സീവറുമായിട്ട് കണക്ട് ചെയ്യും. ഹൗസ് ഡ്രെയിനെ പബ്ലിക് സീവറുമായിട്ട് ബന്ധിപ്പിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്രഷ് ആയിട്ടുള്ള എയർ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഫ്രഷ് ആയിട്ടുള്ള എയർ കടന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യും? സീവേജ് ഗ്യാസുകളൊക്കെ, ഫോൾ ഗ്യാസൊക്കെ അത് ഡൈലൂട്ട് ചെയ്തോളും. ഇത് സാധാരണ ഗ്രൗണ്ട് ലെവലിന് 2 മീറ്റർ മുകളിലാണ് കൊടുക്കാറുള്ളത്. ഇതിന് മുകളിൽ ഒരു മൈക്ക ഫ്ലാപ്പ്, ഉള്ളിലേക്ക് തുറക്കുന്ന ഒരു വാൾവ് ഉണ്ടാവും. മൈക്ക ഫ്ലാപ്പ് കൊണ്ടുള്ള ഒരു വാൾവ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ വാൾവ് ഉള്ളിലേക്ക് തുറന്നു കഴിയുമ്പോൾ എയർ ഉള്ളിലേക്ക് കടക്കും. എയർ ഉള്ളിലേക്ക് കടന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് സീവേജ് ഗ്യാസിനൊക്കെ ഡൈലൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ലാസ്റ്റ് മാൻഹോളിന് അടുത്തായിട്ടാണ് ഫ്രഷ് എയർ ഇൻലെറ്റ് കൊടുത്തിട്ടുള്ളത്. ഇത് ഹൗസ് ഡ്രെയിനെ പബ്ലിക് സീവറുമായിട്ട് കണക്ട് ചെയ്യും, ബന്ധിപ്പിക്കും. ഓക്കെ, ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് തിരിയുന്ന ഒരു വാൾവ് ഉണ്ടാവും. അതുകൊണ്ട് എയർ ഉള്ളിലേക്ക് കടക്കും. അപ്പോൾ അതങ്ങനെ വേസ്റ്റിനെ ഡൈലൂട്ട് ചെയ്തോളും. ഇനി ഹൊറിസോണ്ടൽ ബ്രാഞ്ച് എന്താണ്? ഇറ്റ് ഈസ് എ ഡ്രെയിൻ പൈപ്പ് എക്സ്റ്റെൻഡിങ് ലാറ്ററലി ഫ്രം സോയിൽ ഓർ വേസ്റ്റ് സ്റ്റോക്ക് ഓർ ഹൗസ് ഡ്രെയിൻ. ഹൗസ് ഡ്രെയിനിൽ നിന്നൊക്കെ ലാറ്ററായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന പൈപ്പാണ് ഹൊറിസോണ്ടൽ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഇനി ഹൊറിസോണ്ടൽ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പൈപ്പ്, അതിൻ്റെ ഇൻക്ലിനേഷൻ 45 ഡിഗ്രിയിൽ കുറവാണെങ്കിൽ അത് ഹൊറിസോണ്ടൽ പൈപ്പാണ്. ഇനി എന്താണ് ഹൗസ് ഡ്രെയിൻ അല്ലെങ്കിൽ ബിൽഡിംഗ് ഡ്രെയിൻ? ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ലോവസ്റ്റ് ഹൊറിസോണ്ടൽ പൈപ്പിംഗ് ഓഫ് പ്ലംബിംഗ് ഡ്രെയിനേജ് സിസ്റ്റം. ഇറ്റ് റിസീവ് ഡിസ്ചാർജ് ഫ്രം സോയിൽ, വേസ്റ്റ് ആൻഡ് അതർ ഡ്രെയിനേജ് പൈപ്പ് വിത്തിൻ ദ ബിൽഡിംഗ് ആൻഡ് കൺവേ ഇൻ ടു ഹൗസ് സീവർ. അതായത് സോയിൽ നിന്നും വേസ്റ്റിൽ നിന്നൊക്കെയുള്ള ഒരു ഡ്രെയിനേജ് പൈപ്പ് അതെന്ത് ചെയ്യും? ഹൗസ് സീവറിലേക്ക് കണക്ട് ചെയ്യും. അതാണ് ഹൗസ് ഡ്രെയിൻ എന്ന് പറയുന്നത്. സോയിൽ നിന്നും വേസ്റ്റിൽ നിന്നും ബാക്കിയുള്ള ഡ്രെയിനേജിൽ നിന്നുള്ള ഒക്കെ പൈപ്പാണ് വിത്തിൻ ദ ബിൽഡിംഗ് തന്നെയാണ്. അതെന്ത് ചെയ്യും? ഹൗസ് സീവറിലേക്ക് കണക്ട് ചെയ്യുന്ന പൈപ്പുമാണ്. ഓക്കെ, ഇനി ഹൗസ് സീവർ എന്താണ് അല്ലെങ്കിൽ ബിൽഡിംഗ് സീവർ എന്താണ്? ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഹൊറിസോണ്ടൽ പൈപ്പിംഗ് ഓഫ് പ്ലംബിംഗ് ഡ്രെയിനേജ് സിസ്റ്റം ദാറ്റ് എക്സ്റ്റെൻഡ് ഫ്രം ദ എൻഡ് ഓഫ് ഹൗസ് ഡ്രെയിൻ ഓർ ബിൽഡിംഗ് ഡ്രെയിൻ ടു പബ്ലിക് സീവർ.
നേരത്തെ നമ്മൾ ഹൗസ് ഡ്രെയിൻ പറഞ്ഞില്ലേ, ഹൗസ് ഡ്രെയിനിനെ പബ്ലിക് സീവറുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഹൗസ് സീവർ. ഓക്കെ, എന്തായിരുന്നു ഹൗസ് ഡ്രെയിൻ? ഹൗസ് ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ സോയിൽ, വേസ്റ്റ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഡ്രെയിനേജ് സിസ്റ്റത്തിൽ നിന്നും വേസ്റ്റ് കളക്ട് ചെയ്തിട്ട് ഹൗസ് സീവറുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ പൈപ്പാണ് ഹൗസ് ഡ്രെയിൻ. ഹൗസ് സീവർ എന്താണ്? ഹൗസ് സീവർ എന്ന് പറഞ്ഞാൽ ഹൗസ് ഡ്രെയിനിനെ പബ്ലിക് സീവറുമായിട്ട് കണക്ട് ചെയ്യുന്ന പൈപ്പാണ് ഹൗസ് സീവർ. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചോളാം, അതിൻ്റെ ഡിഫറൻസ് ഓർത്ത് വെച്ചോളാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.